നമസ്കാരം. സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ T20-യിൽ പാകിസ്ഥാൻ ടീം തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ മുഹമ്മദ് റിസ്വാന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഡർബനിൽ നടന്ന മത്സരത്തിൽ 11 റൺസിന്റെ പരാജയമാണ് പാക് ടീമിന് നേരിടേണ്ടി വന്നത്. കളിയിൽ 74 റൺസുമായി റിസ്വാൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. റിസ്വാന്റെ സ്ലോ ഇന്നിംഗ്സാണ് പാക് ടീമിന്റെ പരാജയ കാരണം എന്നാണ് പ്രമുഖ പാക് മാധ്യമ പ്രവർത്തകനായ ഫരീദ് ഖാൻ തന്റെ യൂട്യൂബ് ചാനലിൽ തുറന്നടിച്ചിരിക്കുന്നത്. ഡർബനിലെ ഇതേ ഗ്രൗണ്ടിലാണ് ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ ഓപ്പണറായി എത്തി തകർപ്പൻ സെഞ്ചുറി കുറിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലപ്പോഴും കമന്ററിയിൽ പോലും സഞ്ജുവിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിച്ചിൽ സഞ്ജു നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടം മികച്ചതായിരുന്നു എന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ ഒരു സഞ്ജുവുമായി താരതമ്യം ചെയ്ത ഒരുപാട് പേരാണ് പിന്നീട് രംഗത്തെത്തിയത് റിസ്വാന് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഡർബനിലെ ഇതേ ഗ്രൗണ്ടിൽ ഓപ്പണറായി സഞ്ജു അഗ്രസീവ് 50 കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാക് ക്യാപ്റ്റനും ഓപ്പണറുമായി റിസ്വാൻ അതിന് സാധിക്കുന്നില്ല എന്നതാണ് ചോദ്യം. 62 പന്തിലാണ് 119.35 സ്ട്രൈക്ക് റേറ്റിൽ റിസ്വാൻ 74 റൺസ് കുറിച്ചത്. 5 4 3 സിക്സറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുമായുള്ള തൊട്ട് മുൻപത്തെ T20 പരമ്പരയിലെ 3 മത്സരങ്ങളിൽ 200-ന് മുകളിൽ സ്കോർ ചെയ്ത ടീമാണ് ഇന്ത്യ. ഡർബനിലെ ആദ്യ മത്സരത്തിൽ തന്നെ 200 റൺസും അവർ അടിച്ചെടുത്തു. മാർക്കോ യാൻസൺ, ജെറാൾഡ് കോട്സി, കേശവ് മഹാരാജ് തുടങ്ങിയവരെല്ലാം ഈ കളിയിൽ പന്തെറിയുകയും ചെയ്തിരുന്നു. ഈ മത്സരത്തിൽ വെറും 50 പന്തിലാണ് സഞ്ജു സെഞ്ചുറി കണ്ടെത്തിയത്. എന്നാൽ റിസ്വാൻ ആകട്ടെ ഇതേ ഗ്രൗണ്ടിൽ ഇതേ പിച്ചിൽ 50 പന്തിൽ നേടിയത് വെറും 52 റൺസ്. 2024 ഒരു T20 മത്സരത്തിലാണ് റിസ്വാൻ ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചതെന്ന് മറക്കാൻ സാധിക്കില്ല. അതും പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനാണ് ഇത്തരം ഒരു സ്ലോ ഇന്നിങ്സ് കളിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നും ഫരീദ് ഖാൻ തുറന്നടിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 180-ലധികം റൺസ് ചേസ് ചെയ്യവെയാണ് മുഹമ്മദ് റിസ്വാൻ വളരെ സ്ലോ ഇന്നിങ്സ് കളിച്ചിട്ടുള്ളത് എന്ന് ഫരീദ് ഖാൻ ചൂണ്ടിക്കാട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, 180+ ആണ് നിങ്ങൾ ചേസ് ചെയ്യുന്നത്. എന്നാൽ ക്യാപ്റ്റനായ മുഹമ്മദ് റിസ്വാൻ ഒരു സമയത്ത് 44 പന്തിൽ നേടിയത് വെറും 36 റൺസ് ആയിരുന്നു. ജയിക്കാൻ 15-നടുത്ത് റൺ റേറ്റ് വേണമെന്നിരിക്കുകയായിരുന്നു ഈ ഒരു ദയനീയ പ്രകടനം. വളരെ വൈകിയാണ് താൻ കുറെ കൂടി അഗ്രസീവായി ബാറ്റിംഗ് ചെയ്യണമെന്ന് റിസ്വാൻ മനസ്സിലായതെന്നും തുറന്നടിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകൻ. ഒരു പാകിസ്ഥാൻ ക്യാപ്റ്റനിൽ നിന്നും ഇതല്ല ടീമിന് വേണ്ടത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർ എങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നും ഫരീദ് ഖാൻ ഓർമ്മിപ്പിച്ചു. ഡർബനിലെ ഇതേ ഗ്രൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇതേ ബോളിംഗ് ലൈനപ്പിനെതിരെയാണ് സഞ്ജു സാംസണും 50 പന്തിൽ സെഞ്ചുറി കണ്ടെത്തിയത്. അദ്ദേഹം ഒരു താരമല്ലേ? പാകിസ്ഥാൻ ക്യാപ്റ്റനായ മുഹമ്മദ് റിസ്വാൻ എന്തുകൊണ്ടാണ് ഇത്തരം അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയാതെ പോയത്? ഈ മത്സരത്തിൽ റിസ്വാനും ബാബർ അസമും കൂടി സൈം അബുവിനെ 3-ാം നമ്പറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം ബാറ്റിംഗ് പൊസിഷന് വേണ്ടി ഒരു പരമ്പരാഗത ഓപ്പണറെയാണ് അവർ വൺ ഡൗൺ ആക്കിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ മാസം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ 3-ാം നമ്പർ സ്ഥാനം ത്യജിക്കുകയും അത് തിലക് വർമ്മയ്ക്ക് നൽകുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതാണ് ടീമിൻ്റെയോടുള്ള ആത്മാർത്ഥത എന്നൊക്കെയാണ് ഫരീദ് ഖാൻ ഓർമ്മിപ്പിച്ചത്. തുടർച്ചയായി 2 മത്സരത്തിൽ തിലക് സെഞ്ചുറികളും നേടിയതായി ഫരീദ് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു റിസ്വാന്റെ ഈ ഒരു പ്രകടനം സഞ്ജുവുമായി താരതമ്യം ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ റിസ്വാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത്.